അപ്പൂസേ ആദ്യത്തെ ട്രെയിൻ യാത്ര പറയ്. ട്രെയിൻ യാത്ര ആദ്യത്തെ നമ്മള് കണ്ണൂരിക്കുള്ള യാത്ര തുടങ്ങി. കറക്റ്റ് 3:20 നമ്മളെ ട്രെയിൻ എത്തി. പാണിപ്പള്ളി ഇപ്പോൾ കയറിയിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് പോരാ കണ്ണൂരിക്ക് ഫസ്റ്റ് അല്ലേ? പറശ്ശിനിക്കടവിലേക്ക് നമ്മൾ ഫസ്റ്റാണ്. നമ്മൾ ഷൊർണൂർ തന്നെ അറിഞ്ഞില്ല കേട്ടോ. ബസ്സിലാണെങ്കിൽ അപ്പം എന്തൊക്കെ ഇടങ്ങേറായിരുന്നു. സൂപ്പറായി. ഇത്രയും ദൂരം ഇവിടെ എത്തിയെന്ന് തന്നെ അറിയുന്നില്ല. പക്ഷെ അരമണിക്കൂർ ഞങ്ങൾ വെയിറ്റിങ്ങിലാണെങ്കിൽ 4 ആയിട്ടുള്ളൂ. 5 മണിക്ക് വണ്ടി എടുക്കുള്ളൂ. അപ്പോൾ അതുവരെ ഇങ്ങനെ ഷൊർണൂർ മൊത്തം അങ്ങനെ കാണാൻ ഇതിനുള്ളിൽ ഇരുന്ന് കോഫി വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കുടിച്ചിട്ടില്ല. ഞങ്ങൾ ഇറങ്ങിപ്പോയ വണ്ടി പോയ പേടിയല്ലേ. അപ്പം ഞങ്ങൾ ഇതിനുള്ളിലേക്ക് കൊണ്ടുവരുന്ന കാത്തിരിക്കുകയാണ്. നമ്മൾ കണ്ണൂരെത്തി. കണ്ണൂർ പയ്യന്നൂർ ബസ്സിലാണ് കേട്ടോ. അപ്പോൾ 1 മണിക്കൂറൊക്കെ യാത്ര ഉണ്ട് ബസ്സിൽ. അപ്പോൾ ബസ്സിൽ ക്ഷീണിച്ചിട്ടുണ്ട്. എല്ലാവരും ഉറക്കാണ് എല്ലാവർക്കും. അപ്പൂസ് ബാക്കിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. നല്ല മഴയുണ്ട് ഇവിടേക്ക് കേട്ടോ. നമ്മൾ വീട്ടിലെത്തിയിട്ടില്ല. വീട്ടിലേക്ക് കുറച്ചും കൂടി ദൂരണ്ടേ. നമ്മളെ ശ്രീ ചേച്ചിക്ക് ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തി. പയ്യന്നൂരിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് വരുന്നത്. അപ്പോൾ നമ്മളെ ചേച്ചി ഇപ്പോൾ ഏതാനും സമയം കൊണ്ട് ഇവിടെ എത്തും. അപ്പോൾ നമ്മൾ കാത്തിരിക്കാണ് കേട്ടോ. കണ്ണൂർ സ്പെഷ്യൽ പത്തലാണ്. കണ്ണൂർ 2 തരം പത്തൽ. നിങ്ങൾ മലപ്പുറത്തുണ്ടാവില്ലേ? അറിയില്ല. അത് അറിയാം. ഒരു വട്ടത്തിലൊരു സാധനമാണ്. നമ്മളിതുവരെ ഉണ്ടാക്കി വെക്കില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കി വെക്കിട്ടില്ല. രുചി എന്താന്ന് അറിയില്ല. ആ ചേച്ചി അങ്ങനെ നോക്കിങ്ങനെ കണ്ടപ്പോ അപ്പോഴാണ് മനസ്സിലായത്. അതെ, ഇത് പിന്നെ 4 വർഷം നമുക്ക് വേണ്ടി കാത്തിരുന്ന് നമ്മൾ ശ്രീജ ചേച്ചിയാണ്. 4 വർഷം കുറച്ചൊന്നല്ല. ഞങ്ങൾക്കൊരു 15,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുമ്പോൾ ഞാൻ കൂടെ ഉണ്ട്. അതെ അത്രയോ. അതെ, ആ ചെറുത് 25,000 ആവാനും പിന്നെ 50 ആവാനുള്ള ആ വെയിറ്റിംഗ് എല്ലാം അല്ലേ പിന്നീടല്ലേ പെട്ടെന്ന് അവിടെ എല്ലായിടത്തും കണ്ടു കുറേ ആളെ. ഞാൻ പറഞ്ഞേ നമ്മള് കണ്ണൂര് കുറേ ആൾക്കാരുണ്ട്. കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ എപ്പോഴും കമൻറ്റ് പറയുമ്പോഴും പിന്നെ വാട്സപ്പിൽ വന്നിട്ടും എല്ലാം ചോദിക്കലും വിവരം അന്വേഷിക്കലും വിശേഷം അന്വേഷിക്കലൊക്കെ ഉള്ള കണ്ണൂരിൽ നിന്നാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇപ്പം ചായ കുടിക്കാൻ വേണ്ടി കയറിയത് ഞങ്ങളാകെ പിടുത്തമുട്ട ക്ഷീണത്തിലാണ്. കണ്ണൂരിൽ നിന്നുള്ള യാത്രയൊക്കെ ബുദ്ധിമുട്ടായത്. ട്രെയിനിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ബസ്സിൽ ഇവരെപ്പോൾ എത്തും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആകുമെന്ന് പറഞ്ഞതുകൊണ്ട്. അതാണ് ഞങ്ങൾ ഒന്ന് ഇവിടെ കഴിച്ചിട്ട് പോട്ടെ വിചാരിച്ചിട്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട് വീട്ടിലേക്ക്. പറ്റിട്ടോ ഇത് വട സുഗ്യൻ ബോണ്ട. ഇഡ്ഡലിയും എടുക്ക് പിന്നെ പത്തലും എടുക്കുക. ഇത് ചെറുപയറുള്ള സാധനം തോന്നുന്നു. ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കില്ല. അല്ല സുഗിന് അത് മസാല കൊണ്ട് ഞങ്ങൾ അവിടെ പറയുന്നത് അതാ മസാല കൊണ്ട്. മസാല കൊണ്ട് മാറ്റമുണ്ടല്ലേ? നമ്മൾ മസാല കൊണ്ട് ഇങ്ങനത്തെ വെള്ളമില്ല. ഇത് മറ്റേ ചെറുപരിപ്പ്. ഞാൻ തന്നെ ഉണ്ടാക്കാമായിരുന്നു. പഠിച്ചിട്ടാണ് എപ്പോഴാണ് എത്തുകയാണുള്ളത്. ഇന്നലെ നീ പറയല്ലേ ഇത്തിരി ഷിജി ഒരു ഇത്തിരി തടി കൂടിയ പോലെ ഉണ്ട്. അത് ഞാൻ തൊപ്പിട്ടാ ഞാൻ അതായിരിക്കും.
അല്ല മറ്റു സന്തോഷമൊന്നും ഒരു മാറ്റവും ഞാൻ എന്തായാലും സമ്മതിച്ചു പോക്ക് മാറ്റല്ല. ഇല്ല ഇല്ല. ഷിജിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ഭംഗി കൂടുതലുണ്ട് കേട്ടോ. എന്നാ മതി. പൂരിന്റെ വേറൊരു വേർഷൻ കണ്ണൂരിന്റെ സ്പെഷ്യൽ ഗ്രീൻ പീസിന്റെ കറിയും വത്തല്. ഞങ്ങള് പത്തല് അല്ലെങ്കിൽ മീൻ കഴിക്കണ്ട പത്തല്. എന്താ കണ്ണൂരിന്ന് വേറെ നമ്മളെ ഹാജറ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇന്ത്യക്കാരൻ ഉണ്ട് വേറെ. അപ്പോൾ ഓരോടൊക്കെ ഞാൻ രാവിലെ എന്താ ചായക്ക് കടി ചോദിച്ചാലേ പത്തല് പറയലുണ്ട്. അപ്പൊ ഞാൻ പത്തലാണ് കടി പറയേ. അപ്പൊ അതെന്താ സംഭവം ഇങ്ങനെ എപ്പോഴാണ് കഴിക്കണേ. നമ്മൾ നല്ലൊരു അടിപൊളി സദ്യ ഉണ്ടാൻ പോവാണ് കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. അമ്പലത്തിൽ പോവായതുകൊണ്ട് സദ്യ കേട്ടോ. അതെ, നമ്മൾ അമ്പലത്തിക്ക് പോവല്ലേ. അപ്പൊ ഉച്ചക്ക് ഇതാ സദ്യ കേട്ടോ. അച്ചാറും കൂട്ടുകറി അവിയല് എല്ലാം ഉണ്ട്. നമ്മളെ അതിന്റെ പുറത്ത് തന്നെ വെക്കല്ലേ. അപ്പൊ നമ്മളെ അപ്പൊ ശരിക്കും കൊണ്ടുതന്നാ അതെന്താ ഉരുളക്കിഴങ്ങില്ലേ അത് പൊരിച്ചത് നമ്മള് അപ്പൂസിന് കേട്ടോക്കില്ലേ ഞങ്ങൾക്കത് എല്ലാം തട്ടിക്കൂട്ടാണേ. തട്ടിക്കൂട്ടല്ല, കാണുമ്പോ നല്ല രസം. നീ കഴിച്ചെങ്കിൽ അപ്പൂസ് കഴിച്ചു വെക്കുന്ന ഇപ്പഴാൻ പറയും. നാശിരിക്ക് നാശിക്കാന്നുള്ള നമുക്ക് അതിനുള്ള ഭാഗ്യം കിട്ടട്ടെ. ചേഞ്ച് വേണ്ടേ. ചൂട് ചോറാണ് കേട്ടോ. നല്ല മഴയുണ്ട് നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ കേട്ടാ. ഞങ്ങളെ ചോറിലൊക്കെ കഴിഞ്ഞ് കൊറേ എന്തെല്ലാം വർത്താനം കൊറേ പറഞ്ഞിട്ടുണ്ട്. ഒന്നും തീർന്നിട്ടില്ല. നമ്മളെ വീഡിയോ കോള് ചെയ്തിട്ടേ അങ്ങനെ പറയലുണ്ട്. അതുപോലെ എന്തെല്ലാം പറഞ്ഞ് എല്ലാം പറയലുണ്ട്. എന്നാലും നേരിട്ട് കാണുമ്പോ അങ്ങനെയല്ലല്ലോ. വീണ്ടും നമുക്ക് കൊറേ പറയാണ്ടാവില്ലേ അല്ലേ. കൊറേ ആൾക്കാരെ വിളിച്ചിട്ട് നമ്മളെ ഞങ്ങള് പറഞ്ഞില്ലേ കണ്ണൂര് നമുക്ക് കൊറേ ആൾക്കാരുണ്ട് എന്ന്. അപ്പൊ എല്ലാരെ നമ്പറും സേവ് ആക്കിയെന്ന് കണ്ണൂര് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ അയച്ചു തന്ന ഒരു ഏട്ടനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ എല്ലാരും കാണുന്നുണ്ട്. അറിയില്ല, ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പൊ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഇനി വരും. അടുത്ത മാസം അടുത്ത ആഴ്ച വരും. 2 വർഷമായി പോയിട്ട്. ഭർത്താവ് മാഷാണ്. ഇവിടെ കാണാനല്ല മേലെ പിന്നെ ഒരുത്തനെന്താ എഞ്ചിനീയറിംഗ് അടിക്കല്ലേ. എല്ലാം അറിയട്ടോ കുറെ വർഷങ്ങളായിട്ട്. ഹോം ടൂർ കാണിക്കട്ടെ. അപ്പൊ കുറച്ചുകൂടി ഇല്ലേ വീടൊന്ന് സെറ്റ് ആവണം. സെറ്റാണ്, അടിപൊളിയാണ്. അടിപൊളി വീടാണ്. പക്ഷെ കുറച്ച് മിനിറ്റ് പണികൾ പോളിഷ് അടിക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതുകൊണ്ടാണ് നമ്മള് ശരിക്കും ഉള്ളൊന്നും കാണിക്കാത്ത കേട്ടോ. കഴിഞ്ഞല്ലേ പെയിന്റ് ഉണ്ടല്ലോ. ഇത് പൊട്ടിട്ടല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് വിരുന്ന് വന്നിട്ട്? സൂപ്പർ അല്ലേ? ട്രെയിൻ യാത്ര ട്രെയിനിൽ ഇറങ്ങിയപ്പോ ഇനി ബസ്സിൽ കയറിയപ്പോ ഇനി പോവാണ്ടോന്നാ ചോദിക്കണത്. അപ്പൊ അത്ര 1 മണിക്കൂർ എന്നൊക്കെ കേട്ടപ്പോ ട്രെയിൻ തന്നെ പോന്നാ മതി. അത് ഞാൻ പറഞ്ഞത്. ഞാൻ സോണിക്കുട്ടിനോട് പറഞ്ഞു. അപ്പൊ സോണിക്ക് എന്താ നമ്മളിപ്പോ ഓക്കെ നമ്മളെല്ലാരും എല്ലാം ആണ്, അതുകൊണ്ടില്ല. പക്ഷെ കുട്ടികളൊക്കെ അപ്പോൾ ചോദിക്കില്ലേ, നമ്മളിപ്പോ ഒരു ഏതോ അറിയാത്തൊരു വീട്ടിലേക്കാ പോണത്. അപ്പൊ അവിടെ എങ്ങനെയാകും എന്നുള്ളതൊക്കെ ഓരോ ചോദിക്കാ.
ഓള് ചോദിക്കുക, സോണിക്കുട്ടി ചോദിക്കേ അവിടെ ആരൊക്കെ ഉണ്ടാകും, അവിടത്തെ ചേച്ചി എങ്ങനെയാണ്. അപ്പൊ ഞാൻ നമ്മളെ സിന്ധല്യമ്മേന്റെ എന്റെ അമ്മേന്റെ നമ്മളെ സിന്ധല്യമ്മയും എന്റെ അമ്മേന്റെ ഒക്കെ കൂട്ടന്നെയാണ്, അതിലപ്പുറം ഒന്നും കരുതണ്ടെന്ന്. അപ്പോൾ ഇപ്പൊ വന്നപ്പോൾ ഓക്കെ പക്ക ഓക്കെയാണ് ആ മോള്. അപ്പൊ ഉണ്ട് അതാണ് മനസ്സിലായി, നമ്മള് വീട്ടിൽ ചെല്ലുമ്പോ അവിടത്തെ എന്താകും എന്താ എന്നൊക്കെ ഉണ്ടാവില്ലേ, എങ്ങനെയാണ് എന്താണ് ആരൊക്കെയാണ് ഉണ്ടാവുക, എന്തെല്ലാം മനസ്സിൽ ചിന്ത ഉണ്ടാവില്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മളെല്ലാ ബന്ധത്തിൽ ചെന്ന് പെടുമ്പോഴും നമുക്ക് നല്ലതേ വന്നിട്ടുള്ളൂ. നമ്മളല്ലത് ചിന്തിക്കുമ്പോഴേ നമ്മളെങ്ങോട്ടും നല്ല ചിന്തിക്കുള്ളൂ. അല്ല ശ്രീച്ചേ, നമ്മളങ്ങോട്ട് ചിന്തിക്കണേ, നമ്മളെ ചുറ്റും നന്നാവുള്ളൂ പറയില്ലേ. 4 വർഷം മുന്നേ ചേച്ചി വഴിപാടിട്ടാണ്. അതെ, എനിക്ക് വയ്യാതെ ഒരു പ്രാവശ്യം വയ്യാണ്ട് കണ്ടപ്പോ ഞാനും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരാളാണ്. അപ്പൊ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ വല്ലാത്തൊരു വിഷമം തോന്നി. അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നല്ലേ, അന്നാണ് കോണ്ടാക്ട് ചെയ്തത്. അത് ചേച്ചിക്ക് ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞാണ് പറശ്ശിനി വന്നിട്ട് മുത്തമ്മന്റെ അടുത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. പറശ്ശിനി കണ്ണൂരുകാർക്ക് പറശ്ശിനി മുത്തപ്പൻ കഴിഞ്ഞ എല്ലാം ഉള്ളൂ. അല്ല ഞങ്ങളൊരു വരാൻ നോക്കിയാണ് കഴിഞ്ഞ മാസം, അത് നടന്നില്ല. അത് ഞാനാണല്ലോ വിളിച്ചത്. പിന്നെ നിങ്ങളെ പുറത്തേക്ക് പോകാൻ ഞങ്ങളെ പറ്റില്ല. അന്ന് എനിക്കും പറ്റാത്തൊരു കാര്യം എനിക്കോട് ഉണ്ടായി, അപ്പൊ വരാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അതും സമയാവാതെ എനിക്കും അങ്ങനെ അതിന് പറ്റില്ല. അപ്പൊ അതാണ്. അപ്പൊ നേരിട്ട് ഇപ്പൊ മുത്തപ്പനെ എത്തിച്ചിട്ടുണ്ട്, മുത്തപ്പന്റെ മണ്ണിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ നിക്കാണ്. നമുക്കൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അതെ, ഓണാക്കിയ ആൾക്കാരെ കാണാണ്ട്. അപ്പൊ നമ്മള് റെഡി ആവാൻ നോക്കിയാലോ അല്ലേ. അപ്പൊ എന്നാ പോവാട്ടോ. നമുക്ക് വളരെ പ്രസിദ്ധമായ അമ്പലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അവിടേക്ക് തളിപ്പറമ്പ് രാജരാജേശ്വര മഹാദേവ ക്ഷേത്രം ഉണ്ട്. അപ്പൊ അത് കാണാം. നമ്മള് തളിപ്പറമ്പ് ഇങ്ങനെ ക്ഷേത്രം കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടില്ല. ചരിത്ര പ്രസിദ്ധമായതാണ്. അതിന്റെ ബാക്കിലൊക്കെ നല്ല അല്ലേ ഐതിഹ്യം ഉണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞുതരേ, അറിയണ്ടാവില്ലായിരിക്കും, പക്ഷെ എന്നാലും നമ്മളെ അടുത്തുനിന്ന് എനിക്കിപ്പോ സ്വീകരിച്ചെടുത്താണ് അറിവ് കിട്ടിയത്. അപ്പൊ അതൊക്കെ അടുത്ത വീഡിയോയിൽ വരും കേട്ടോ. അപ്പൊ ഞങ്ങൾ ഒരുങ്ങി പോവാൻ നിക്കണ്. അപ്പൊ ബൈ കൊടുത്താ. അപ്പൊ ബൈ ബൈ.